ഹലോ, ഇന്ന് നല്ല അടിപൊളി വൈറ്റ് മട്ടൺ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി 1 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ഒരു 10 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ നേർ പകുതി ഇഞ്ചി അതും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി കുറച്ച് മതി, വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടത്. ഇനി ഒരു 5 പച്ചമുളക് അതൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, പുതിന ഇല, ഇതും ഒരു 1/2 കപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് ഒരു ചെറിയൊരു പുളിക്ക് ചെറുനാരങ്ങാൻ്റെ പകുതി നീര് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായി കുഴച്ചെടുക്കാം. എന്നിട്ട് ഒരു 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിലിനി വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി കട്ടിയുള്ളൊരു പാത്രം വെച്ച് അതിലൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി 2 പട്ട, 3 ഏലക്ക, ഒരു 10 കുരുമുളക്, ഒരു 3-4 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 3 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൽ നമ്മൾ മസാലകളൊന്നും ചേർക്കുന്നില്ല, വൈറ്റ് മട്ടൺ മസാലയാണ്. അപ്പം മസാലകളൊന്നും മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഒന്നും ചേർക്കാത്ത മട്ടൺ ബിരിയാണിയാണ്. ഈ സവാള ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച മട്ടൺ ഇതിലിട്ട് കൊടുക്കാം. നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ 1 കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൽ വേറെ മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മൾ പാലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 40-45 മിനിറ്റ് നമ്മൾക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. വേവുന്ന നേരത്ത് നമുക്ക് റൈസ് തയ്യാറാക്കാം. ഒരു വലിയൊരു പാത്രം വെച്ച് അതിൽ വെള്ളം ചൂടാകുമ്പോൾ 2 പട്ട, 2 ബേ ലീഫ്, കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് അതും ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു 1/2 മണിക്കൂറോളം കുതിരാൻ വെച്ച റൈസാണ്, അത് ഇട്ട് കൊടുക്കാം. ബസ്മതി ലോങ് റൈസാണ് ഞാൻ എടുത്തത്. ഒരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാൻ. നമ്മളെ റൈസ് ഏകദേശം 90% വെന്ത് വന്നിട്ടുണ്ട്. ഇത്ര മതി. ഇനി ഇത് ദമ്മിടുമ്പോൾ ബാക്കി വെന്ത് വന്നോളും. ഇനി ഇത് വേറൊരു പാത്രത്തിൽ നമുക്ക് ഊറ്റിയെടുക്കാം. ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മട്ടൻ ഒന്ന് തുറന്ന് നോക്കാം. മട്ടൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ മേലെ തെളിഞ്ഞ് കാണുന്ന കുറച്ച് ഓയിൽ നമുക്ക് വേറൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അത് റൈസിൽ ഒഴിച്ച് കൊടുക്കാനാണ്. ഇനി ഇതിൽ ഒരു 10 കാഷ്യൂ നട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയത് ഒഴിച്ച് കൊടുക്കാം.
നമ്മൾ വൈറ്റ് മട്ടൺ ആയതുകൊണ്ട് നമ്മൾ വൈറ്റ് കളറുള്ള പാലും കാഷ്യൂ നട്ടുമാണ് ഇതിൽ ചേർക്കുന്നത്. നല്ല ടേസ്റ്റ്. ഇതിൻ്റെ മുകളിൽ മട്ടൻ്റെ ആ ഓയിലും ഒന്ന് ഒഴിച്ച് കൊടുത്ത് പാലും കുറച്ച് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ദമ്മിടാൻ വെക്കാം. ഒരു ഫോയിൽ കൊണ്ട് നല്ലോണം കവർ ചെയ്യണം. എന്നിട്ട് ഒരു മൂടി വെച്ച് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം നമുക്ക് ദമ്മിട്ട് വെക്കാം. പത്ത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കാം. ഓയിലൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മട്ടൻ ബിരിയാണി ആയത്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. ഇതിലധികം ചേരുവകളൊന്നും ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് ലഭിക്കും. ഇനി പുതിയൊരു വീഡിയോവുമായിട്ട് കാണാം. താങ്ക് യു.